നിലമ്പൂർ ബൈപ്പാസ് ഇരകൾ വീണ്ടും സമരത്തിലേക്ക്. തിങ്കളാഴ്ച മുതൽ 3 ദിവസം നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തും. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് 31 വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്താനോ മുഴുവൻ ഭൂ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ബൈപ്പാസ് ഇരകൾ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നത്. നിലമ്പൂർ വികസന സമിതി, റെസിഡൻസ് അസോസിയേഷൻ, മറ്റു മത, സാമൂഹിക, സാംസ്കാരിക, വ്യാപാരി സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നിരാഹാര സമരം നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പത്ര സമ്മേളനം വിളിച്ചത് ഈ നാടിന്റെ വളരെ പരമപ്രധാനമായി അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുള്ള 2 പദ്ധതികൾ അത് ഉടൻ നിവർത്തിച്ചു കിട്ടാൻ അധികാരികളുടെ മുമ്പിൽ ഇക്കാലം അത്രയും നാം അപേക്ഷ സമർപ്പിച്ചിട്ടും കൈനീട്ടിയിട്ടും സാധിക്കാത്തത് ഈ സർക്കാരിൻ്റെ അവസാന കാലമായ അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ വേളയിൽ ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ 2 പദ്ധതികളും നേടിയെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഒരു നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത്. തിങ്കൾ മുതൽ ബുധൻ വൈകുന്നേരം വരെ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം റോഡ്സ് വിഭാഗത്തിന്റെ മുമ്പിലാണ് ഈ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത്. 3 പതിറ്റാണ്ട് മുൻപ് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ലാതെ ബൈപ്പാസ് റോഡ്. 6 കിലോമീറ്റർ പാതയിൽ പകുതിയിൽ താഴെ മാത്രം ഏറ്റെടുത്ത അതിൽ ചെറിയ ഭാഗം മാത്രം അല്പം പ്രവൃത്തി നടത്തി ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. ഏറ്റെടുത്ത ബാക്കി വരുന്ന 3600 മീറ്ററും ദൂരത്തിലുള്ള സ്ഥലത്ത് സാധുക്കളായ 5 സെന്റ് 10 സെന്റ് പുറയുൾപ്പെടുന്ന സ്ഥലം പോലും അവകാശികൾക്ക് ക്രയവിക്രയം നടത്തുന്നതിനോ പണയപ്പെടുത്തുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ സാധിക്കാത്ത സ്ഥിതിയിലാണ്. ചികിത്സയ്ക്കും മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കും പണമില്ലാതെ സ്വന്തം പുരയിടത്തിൽ അന്യരായി കഴിയുന്ന അവസ്ഥയിലാണ് ഇവർ. മാറിവരുന്ന സർക്കാരുകൾ ഈ പദ്ധതിയുടെ ചുറ്റമ്പ നയമാണ് സ്വീകരിച്ചത്. നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് നിരാഹാര സമരം നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. നാടുകാണി മുതൽ പരപ്പനങ്ങാടി റോഡ് നവീകരണം പൂർത്തീകരിക്കലും സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. നിരാഹാര സമരം കൊണ്ട് ലക്ഷ്യം നേടിയില്ലെങ്കിൽ മരണം വരെ സമരം നടത്തുമെന്ന് ബൈപ്പാസ് ഇരകൾ പറഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന നിരാഹാര സമരം ഉദ്ഘാടന ചടങ്ങിൽ കുച്ചമ്പാറ അബ്ദുറഹിമാൻ ദാരിമി, ഫാദർ ജോൺസൺ തുടങ്ങിയവരും ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ KR ഭാസ്കര പിള്ളയും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബൈപ്പാസ് കൂട്ടായ്മ പ്രവർത്തകരായ KP ഉമർ, നസീറ ആറാട്ടുതൊടി, ജെയിംസ് മയ്യന്താനി, നിലമ്പൂർ വികസന സമിതി ഭാരവാഹികളായ അഹമ്മദ് കുട്ടി കാപ്പിൽ, MK സുരേഷ് എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.